അങ്ങനെ ഷാനവാസിനെ എടുത്ത് അങ്ങ് ദൂരെ കളയാണ് നമ്മുടെ അനുമോൾ ആദില നൂറ ആ ഒരു ഗ്യാങ് എടുത്ത് കളഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഭയങ്കര ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഷാനവാസിനെ വിശ്വസിക്കരുത്, നമ്മൾ പെൺകുട്ടി കടറക്കാൻ വന്നതല്ല, നമുക്കിവിടെ ആങ്ങളമാരുണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് മഴവിൽ താരാട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദില നൂറയുടെ ചർച്ച, അനുമോളുടെയും ചർച്ച. ഒരിക്കലും ഷാനവാസിനെ വിശ്വസിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. നമുക്കും ആ ചർച്ചയിലൊന്ന് പങ്കുചേരാം. എന്തൊക്കെയാണ് പ്ലാനിങ് എന്ന് കേൾക്കാം. നമ്മുടെ ഷാനവാസ്ക്ക് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പോലും ഇവിടെ സ്നേഹം കാണിക്കാനോ വേറൊരു സംഗതി ഉണ്ട്. ലക്ഷ്മിനായിട്ട് ഞാൻ 2 ദിവസം സംസാരിച്ചു. ഇന്നലെ ഇന്നും അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത്ര, നിങ്ങൾ കേട്ടോന്നറിയില്ല, പുള്ളി ഗേറ്റ് കയറിയപ്പോ വേറൊരു ക്യാരക്ടർ ആയതാ, ഞാൻ ഇറങ്ങുമ്പോഴേ വിടത്തുള്ളൂ. ഷാനവാസ്ക ഓക്കെ, ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളത് കേട്ടതാണ്. ഷാനവാസ് ഒരു ക്യാരക്ടർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, അയാളത് ഇറങ്ങുന്നത് വരെ അത് തന്നെ എന്നുള്ളത് നമുക്കത് ഏകദേശം അറിഞ്ഞതാണല്ലോ. ഷാനവാസും അനീഷും തമ്മിലുള്ള ആ ഒരു കോംബോ പോലും ഒരു ഡ്രാമയാണ് എന്ന് നമുക്ക് പതുക്കെ പതുക്കല്ലേ മനസ്സിലായത്. നമ്മൾ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പല ആളുകളും പറഞ്ഞപ്പോഴും അങ്ങനെ ആവില്ല, ഷാനവാസ് ഭയങ്കര സൗഹൃദം തന്നെയാവും എന്നുള്ളത്. ഇപ്പൊ വീണ്ടും കൈയും കാലൊക്കെ പിടിച്ച് സൗഹൃദത്തിലേക്ക് വരുന്നുണ്ട്. പാവം അനീഷ് അതിൽ പെടാതിരിക്കില്ല. എന്നാൽ ആദില നൂറയുടെ ഇരട്ടത്താപ്പ് നിങ്ങളൊന്ന് നോക്കിയേ. നെവിനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദില ഏറിക്കേറിയപ്പോ, ബിന്നി ഏറിക്കേറ്റിയപ്പോ, ഷാനവാസും ഏറിക്കേറ്റിയപ്പോ അടുത്ത് വന്ന് കയ്യും കാലും പിടിച്ച് സംസാരിച്ചിട്ട് എന്തൊക്കെയോ ആക്കി അവസാനം അയാളുടെ ഗെയിമും കൂടി അയാൾ മറന്നുപോയി എന്താ ചെയ്യേണ്ടതുള്ളത്. സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആളെടുത്ത് രാത്രി തന്നെ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നിട്ടാ. ഒരു വിചാരമുണ്ട്, ഇങ്ങനെ ഇമോഷണലി പറഞ്ഞ ഇത്ര ഇതിൽ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ഒതുങ്ങി പോവും, പുള്ളിനെ പറ്റിയൊന്നും പറയില്ല, അങ്ങനെ അങ്ങനെ ഒരു ഇത് ലീവ് ചെയ്യും എന്നുള്ളൊരു സംഗതി പുള്ളിക്കുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് എന്നോടുള്ളൂ. അത് വേണ്ട, അതിന് വേണ്ട, അല്ല പുള്ളിയുടെ തോന്നലാ ഞാൻ പറഞ്ഞത്. അങ്ങനെ തോന്നലുണ്ട്, അങ്ങനെ ഉണ്ട്, തോന്നലുണ്ട് അല്ലേ. ആ ചങ്ങായിയുടെ പിന്നാലെ നടന്ന് കൈയും കാലും പിടിച്ച് രാത്രി 2-3 മണി വരെ ഉറക്കവും കളഞ്ഞിട്ട് ഇരുന്ന് സംസാരിച്ചത് ഞാനും ഉറക്കൊളിച്ചിട്ടെന്ന് കേട്ടതാണ്. അയാളെ കൺവിൻസ് ചെയ്തിട്ട് ആ രീതിയിലാക്കിയിട്ട് ഇപ്പൊ പറയാം. അയാളുടെ അടുത്ത് നിങ്ങൾ സമീപിച്ച സമീപനമാണ് ആൾക്ക് നിങ്ങളോട് വിശ്വാസം ഉണ്ടായത്. ആ വിശ്വാസമാണ് നിങ്ങൾ തള്ളി തകർത്തത്. ഷാനവാസ് നല്ലൊരു ഗെയിമറായിരുന്നു. ആ ഒരു ഗെയിമറെ നശിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണെന്നുള്ളതാ. അയാള് അനീഷുമായിട്ടുള്ള ആ ഒരു കോമ്പ പിടിച്ച് പോയിരുന്നുവെങ്കിൽ ഇനിയും അതിന് സമയമൊക്കെ ഉണ്ട്. ആ ഒരു രീതിയിൽ പോയാലേ ആൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നിങ്ങള് എന്തിനാണോ വന്നതെന്ന് പോലും നിങ്ങൾക്ക് തന്നെ ഒരു ബോധമില്ല എന്നുള്ളതാണ്. പിന്നെ അനുമോൾ ഇതിന്റെ ഇടയിൽ കയറി നിന്ന് സംസാരിക്കുക. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പേര് ഒരുമിച്ചിരുന്നിട്ടാണ് നോമിനേഷനിൽ ഞങ്ങൾക്ക് ആരെ ഇടാമെന്ന് പോലും ചർച്ച ചെയ്യുന്നത്. ലാലേട്ടൻ പറഞ്ഞതാണ് നിങ്ങൾ 3 പേരാണ് കേട്ടോ എന്നുള്ളത്. അതൊക്കെ അവർ മറന്നു. രാത്രി വീണ്ടും അതന്നെയായിരുന്നു ചർച്ച. ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, നോക്കി എന്തോ വലിയ എന്തോ സാധനം പറഞ്ഞിട്ട് എടി പൊടിന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഓവറാക്കുന്നത് സംഭവം. ഇതെന്തത്, നമുക്കിവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതെ, നിങ്ങൾ അയാളെ വിശ്വസിപ്പിച്ചിട്ട് കൂടെ നിന്നിട്ട് അവസാനം ഞങ്ങൾക്ക് സംസാരിക്കാൻ എന്താ അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അയാൾ എടി പൊടി വിളിക്കണം? ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ അവിടെ ഈ ചിരിച്ചു നിൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല? നവീന അനുമോള് പറയുന്ന സമയത്ത് നൂറ് അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ട്, അതിൽ ഇടപെടൽ നടത്തിയില്ല, അങ്ങനെ വിളിക്കരുതടി എന്ന് പറഞ്ഞില്ല. ഷാനവാസ് അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ വായും മൂടിക്കെട്ടി നിന്നിട്ട് ലാസ്റ്റ് ലാലേട്ടൻ വന്ന് പറയുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളത് പറയുമ്പോൾ ആള് പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നില്ലേ? അത് നിങ്ങളുടെ ട്രിക്കാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാനവാസ് വരെ എടുത്തു വന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അത് കേൾക്കണം. നിങ്ങളതിൽ തകർന്ന് തരിപ്പണായിട്ടുണ്ട്. എന്നെ ചർച്ചയാക്കി നിങ്ങൾക്ക് ഇറങ്ങിയതിനു ശേഷം എന്നെ കുറിച്ച് ചർച്ച ചെയ്യാറ്. ഇവിടെ വെച്ച് ഇത്രയും ഓഡിയൻസിന്റെയും ഇത്രയും ഇതിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. അതെന്തായി? വീണ്ടും അത് വലിയൊരു അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്ത് ചർച്ച ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് കൊടുക്കുന്ന പിക്ചർ വേറെ, അതിന്റെ ആഘാതം വേറെ. നിങ്ങളെടുത്തുനിന്ന് ഇത്രയും നിങ്ങൾക്ക് വേണ്ടി നിന്ന് എന്റെ നെഞ്ചത്ത് കയറി കട്ടാര കയറ്റുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്. അയാള് പാവം, അയാൾ കുടുങ്ങിപ്പോയി. പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഷാനവാസെ, അവിടെ എല്ലാവരും ചതിയന്മാരാണ്. അവരെല്ലാവർക്കും ജയിക്കണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൂടെ കൂട്ടിയ ചതിക്കാൻ തന്നെയാണ് എന്ന കാര്യം അറിയാം. പിന്നെ സാധാരണ പ്രേക്ഷകർക്കാണ് ഇത് വേറെ രീതിയിൽ തോന്നുക, അയ്യോ ആ പാപത്തിനെ കൂടെ നിന്ന് ചതിച്ചല്ലോ എന്നുള്ളത്. ഷാനവാസിനെ ഇവർ ചതിച്ചിട്ടുണ്ട്, ഷാനവാസ് അനീഷിനും ചതിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയിലൂടെ തന്നെയാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും അനുമോളെ ആദില താഴ്ത്തി കെട്ടില്ല എന്നും അവളെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ചിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി. അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയും കേട്ടോ. ഇപ്പൊ അവിടെ ക്യാപ്റ്റൻസി ടാസ്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ വീഡിയോ കൊണ്ടുവരാൻ തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ കാണണമെന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ചർച്ചകളാണ്. ചർച്ചയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചർച്ചകൾ. ഇനി നൂറയുടെ ഒരു സങ്കടം നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടോ.
എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ലാലേട്ടൻ എന്താ നമ്മളോട് പറഞ്ഞത്, നമ്മളോട് മൂന്നാളോടും പറഞ്ഞു. മൂന്നുപേരും ഒരുമിച്ച് കളിക്കുന്ന എന്തിനാ? മൂന്നാർക്കും ഒരുമിച്ച് കിട്ടുമോ കപ്പ്? എന്താ നമുക്ക് തന്നെ അറിയാം. നമ്മള് ഗെയിം കളിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ആരെയും കിട്ടും, അല്ലെങ്കിൽ വേറെ ആർക്കെയും കിട്ടും. നമുക്കെന്താ എന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ വേറെയാണ്, നിന്റെ ഗെയിം അങ്ങനെയാ. ആരും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുന്നോ അതോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അതൊന്നും ഇല്ലല്ലോ. ഇല്ല അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ഒന്നുമില്ല എന്നുള്ളത്. ലാലേട്ടനെയാണ് ഇപ്പൊ ചോദ്യം ചെയ്തിട്ടുള്ളത്. ലാലേട്ടൻ ആ ഒരു പ്രോഗ്രാമിന്റെ ആങ്കറാണ്. ഇവരോട് ഇഷ്ടം പോലെ തവണ ബിഗ് ബോസ് തന്നെ പറയാറുണ്ട്, മൈക്ക് നേരെയാക്കി ഇടൂ, കുശു കുശു ഡയലോഗുകൾ അവസാനിപ്പിക്കും, ബാത്റൂമിൽ ഒരുമിച്ച് 3 പേരും പോകല്ലേ എന്നൊക്കെ. അതിനൊക്കെ തിരിച്ച് മറുപടി ഇവരെയാണ് കൊടുത്തുകൊണ്ടിരിക്കുക, കൊഞ്ഞലം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യം മാത്രം നോക്കാം, നിങ്ങൾ ആരാ അതാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ. അത്രേ ഉള്ളൂ, അത്ര പകുതിരിവുള്ളൂ എന്നുള്ളതാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തത് വലിയ വിഷയം എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞു കേട്ടോ, നമ്മൾ 3 പേരിൽ ആര് ചോദിച്ചാലും നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നമ്മളൊന്നും പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്നല്ലേ. ഇനി നിങ്ങൾക്ക് ചർച്ചയിലേക്ക് സ്വാഗതം കേട്ടോ. ആരെ നമുക്ക് പുറത്താക്കാം, ചർച്ച കാണാം. പുള്ളി പിന്നെ ഈ കോമണർ കാർഡ് ഇറക്കുക, അതുപോലെ തന്നെ ഈ കൊളാബറേഷൻ കിട്ടുന്ന ആൾക്കാരെ ഭയങ്കര പുച്ഛിച്ച് കാണുക. കഴിഞ്ഞ വീക്ക് വെച്ചിട്ടാണ് നിലവിൽ കേട്ടില്ലേ? അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അനീഷിന്റെ നോമിനേഷൻ ഇടാൻ പോവുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്. ഇനി അടുത്ത ആളുടെ പേര് പറയുന്നുണ്ട്. വേറെന്താണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്? വേറെ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡാൻസിന്റെ കാര്യത്തിൽ നിന്നോട് ഓവറാക്കി എന്ന് പറഞ്ഞു. പുള്ളി മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കി ആരും കൊള്ളൂല. ഓക്കെ, അത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് അനുമോൾക്ക് വേണ്ടി ആദിനെ പറഞ്ഞു കൊടുക്കുന്നു, നിന്നെ അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നീ അവനെ നോമിനേഷനിൽ ഇടണം കേട്ടോ എന്നുള്ളത്. നൂറ് ആദ്യം തന്നെ അനീഷിന്റെ പേര് പറയാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്ത ആളുടെ പേരും കൂടി കേൾക്കാൻ. പിന്നെ വേറെന്ത് ഇഷ്യൂസ് ആണെന്നുണ്ടാവുന്നത്? ഒരാളെ ചുറ്റിപ്പറ്റിയിട്ടല്ല മൊത്തത്തില്. കഴിഞ്ഞ ആഴ്ച വേറെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഓവർ ഉണ്ടായിട്ടില്ല. കൂടുതലും വേറെന്തോ നാരങ്ങ എടുത്തപ്പോ നിന്നെ പല അത് കണ്ടോ വീഡിയോയില്? ആരാണ് പിടിച്ചു വന്നത്? അയാളെ പിടിച്ചു വാങ്ങിയത്. അതെന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചോദിക്കാനേ പാടുള്ളൂ. എന്തായാലും നീ കൊടുക്കുക അയാൾക്ക്. അയാളെ നാരങ്ങ ഒരു നാരങ്ങയില്ലേ കൈ കയറി പിടിച്ച പോലെ കൈ പിടിച്ച്, പക്ഷെ കൈ കയറി പിടിച്ചിട്ട് അക്രമം കാണിക്കേണ്ട കാര്യമില്ല, ചോദിച്ച് വാക്ക് തർക്കം ആവാം, അല്ലാതെ മേത്തോട്ടുള്ള ഒരു കളിന്റെ ആവശ്യമില്ലല്ലോ. അതെ, അവിടെ ഒരു വുമൺ കാർഡ് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അനിമോളെ ഇത് പിടിച്ചോ, അടിപൊളിയാണ് 100 അപ്പുറത്തേക്ക് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഇതുവരെ വരെ വിളിപ്പിച്ചിട്ട് ഈ ഒരു കാര്യം ചോദിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. നിങ്ങൾ 3 പേരും ഒരുമിച്ചിട്ടല്ലല്ലോ കളിക്കേണ്ടത്, മൂന്ന് രീതിയിലല്ലേ. അവിടെ ഒരിക്കലും ചർച്ച ചെയ്ത് നോമിനേഷനിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഗ്രൂപ്പ് ഗെയിം അല്ല, സിംഗിൾ ഇൻഡിവിജ്വൽ ഗെയിം ആണ് അല്ലെ. പക്ഷെ ഇവർ കാണിക്കുന്ന ഈ ഒരു പരിപാടിയൊക്കെ നിങ്ങൾക്ക് ദഹിക്കുന്നുണ്ടാവും ചിലപ്പോ, 3 പേര് ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞല്ലോ, കഴിഞ്ഞതൊന്നും നമ്മൾ ആലോചിക്കണ്ട, മുന്നിലുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്നലെ തൊട്ടിട്ട് അങ്ങോട്ട് നോക്കിക്കോളൂ, മുഴുവൻ കോമാളിത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് വേറെ ആരാളുള്ളത്? എനിക്ക് ഞാൻ പറയട്ടെ, എന്റെ പ്രശ്നങ്ങൾ ഞാൻ ഷാനവാസ്ക്കായിട്ട് പ്രശ്നമില്ല, ഞാനും അനീഷായിട്ട് നോക്കുകയാണെങ്കിൽ ഇല്ല. അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞാൻ കിച്ചണിൽ കയറിയ സമയത്ത്. പിന്നെ ഉള്ളത് ലക്ഷ്മിയായിട്ട് ചെറിയ പ്രശ്നം, അരിടുന്നതിന്റെ പ്രശ്നം, അതൊക്കെ ചെറിയ കുഞ്ഞ്, അതൊന്നുമില്ല. പിന്നെ ആരാ ഇവിടെ? നെവിന് ഞാനും കൂടെ ഉള്ളത് മറ്റേ കുലസ്ത്രീ ആ സാധനത്തിൻ്റെത്. പിന്നെ ഇവിടെ വന്നിട്ട് പയറിടുന്ന സംഭവം. ഓക്കെ, അനീഷ്, ഷാനവാസ്, ലക്ഷ്മി, ഈ 3 പേരെയും അനിമോൾ ഒഴിവാക്കിയിട്ട് നോമിനേഷനിൽ പറയുന്നില്ല. പറയാൻ ആഗ്രഹിക്കുന്ന പേര് എന്താ വെച്ചാൽ നെവിനെയാണ്. നെവിനെ അങ്ങോട്ട് അമ്മമ്മക്കൊക്കെ വിളിച്ചു, എന്നിട്ട് അതിനെ അയാൾക്കെതിരെയാണ് കുലസ്ത്രീ എന്ന് വിളിച്ച പേരും പറഞ്ഞാണ് ചെല്ലാൻ പോകുന്നത്. ലാലേട്ടൻ ചോദിക്കും, അതവിടെ ചോദിക്കാതിരിക്കില്ല. അത് കഴിഞ്ഞ് വേറെ ഒരു വ്യക്തി, അത് ചിലപ്പോൾ അക്ബറിന്റെ പേരാവും വെക്കുന്നുണ്ട്, അക്ബർ എടാ പോടാന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം. അപ്പൊ അവരുടെ 2 പേരുടെയും പേര് വെക്കാനാണ് സാധ്യത. ഈ ആഴ്ച നോമിനേഷനിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരാള് ഒരു പക്ഷെ ചിലപ്പോ ആര്യനാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ആര്യനെ കുറിച്ച് ഇവരൊന്നും ചർച്ചയിൽ പറയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നൂറയുടെ അതിലിടെയും എന്താവും നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. ഓപ്പൺ നോമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഷാനവാസിന്റെ പേര് പറയില്ല, അല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഷാനവാസിന്റെ പേര് അവർ ഉറപ്പായിട്ടും പറയും. വേറൊരു സംഗതി നടന്നാർന്ന് എന്തെന്നാ, ഇപ്പൊ സാബുനേഷ് ഞാനിരുന്നാലേ ഞാൻ പോയിട്ട് പറയാ, എനിക്ക് തോന്നുന്നു ഇവിടെ 2 സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോണെന്ന് ആഗ്രഹിക്കുന്ന 2 വ്യക്തികളായിരിക്കും പറയാ. ഈ പിശാചുക്കള് പിന്നെ എന്നെ പറയും. ഷാനവാസിന്റെ കൂടെ നിന്ന് കാല് വാരുമ്പോ നിങ്ങൾ എന്താ ആലോചിക്കാത്തത് അല്ലേ? എന്നിട്ട് സാബുമ നിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടല്ലേ? 3 പേര് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരാളുടെ പേര് പറയാൻ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ, അതൊന്നും ഒരു തെറ്റേ ഇല്ല. സാബുമ മുഖത്ത് നോക്കി പറയുന്നതാണ് നിങ്ങളെ തെറ്റ്. കൊള്ളാം, അടിപൊളിയാണ്, അടിപൊളി. എനിക്ക് എന്നും രാവിലെ എണീച്ചാല് ഇയാളിങ്ങനെ കാണണ്ടല്ലോ, കണ്ടോരെ തന്നെ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്
എന്തോ ഒരു പോലെ ഇഷ്ടമുള്ള ആൾക്കാർ പോവുകയും ചെയ്തു അല്ലേ? സത്യമായിട്ടും മോളെ. ഇഷ്ടമുള്ള ആൾക്കാരാ പോയത്. ഇഷ്ടമുള്ള ആളുകൾ അത്ര പോയത്. ജിസേലിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ബിന്നിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ തല്ലുണ്ടാക്കി നടന്ന അനുമോള പറഞ്ഞു അയ്യോ ഇഷ്ടമുള്ളവരൊക്കെ പോയി എന്നുള്ളത്. എന്റെ നൂറ് അത്ര കഷ്ടപ്പെട്ട് നിൽക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് സ്വയം എവിക്റ്റ് ചെയ്ത് ക്വിറ്റ് ചെയ്ത് പോരാൻ കേട്ടോ. അതല്ലേ ഇതിന്റെ നല്ല. നിരന്തരം ഇഷ്ടമല്ലാത്ത ആളുകളെ കാണാണ്ടിരിക്കുന്നത് ലാലേട്ട ആഴ്ചയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഏകദേശം അറിയാം, എന്നാലും ലാലേട്ടൻ ചോദിക്കുമല്ലോ, അപ്പൊ നമുക്ക് കേൾക്കാം, അത് നല്ലത്. ഞാൻ നാളെ തൊട്ട് എന്റെ മൈൻഡ് സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിൽ ആര് പോയാലും നമ്മള് ഓക്കെ ആയിരിക്കണം, സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. പുറത്ത് ഒരു ആരും ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഒരു ചിന്ത വേണം. എന്റെ പൊന്നു പള്ളി, നമ്മളിൽ ആര് പോയാലും നമ്മള് സ്ട്രോങ് ആയിരിക്കണം. നമ്മളിൽ 3 പേരാണ് ഇപ്പൊ അവര്, 3 പേര്. 2 ആളായിരുന്നു ആദ്യം, ഒരാളായിട്ട് 2 പേരെ കൊടുന്നു, പിന്നെ 2 ആളാക്കി. ഇപ്പൊ അനുമോളിൽ ചേർന്ന് 3 പേരും പാടെ ഒരാളായിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, കൊള്ളാം. ആരെങ്കിലും ഒരാൾ അടുത്ത ആഴ്ച പോകുന്നു വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മളിൽ ആര് പോയാലും അതിന്റെ ഇടയിൽ എനിക്ക് ആദിലയുടെ കുറെ പുഷിങ് ഉണ്ട്. എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ, ഇതല്ലേ, ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഓർമ്മയുണ്ടല്ലോ, വെറുതെ ഇട്ട് കൊടുക്കും, വെറുതെ ഒരു കാര്യം അത് ഇട്ട് കൊടുക്കും, എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിരി വരാറ്, അതായത് ഒന്നും അറിയില്ല, പക്ഷെ അതിലേക്കൊന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ, അടിപൊളിയാ. കുറച്ച് കേട്ടിട്ട് എനിക്ക് സീരിയൽ കാണോട്ട്, നേരിട്ട് ഞാൻ സീരിയൽ കാണുക. ഷാനവാസ് ഖാന്റെ ഡയലോഗ് കേട്ടിട്ട് സീരിയല് കണ്ടതുപോലെ തോന്നുന്നുണ്ടത്രേ, നേരിട്ടൊരു സീരിയല് കാണുന്നത് പോലെ. എന്റെ രുദ്രണ്ണ, എന്തിനാ വെറുതെ അവിടെ പോയി പെട്ടത്? കുടുങ്ങി പോയില്ലേ? ഇവറ്റെ നിങ്ങളെ കാല് വാരി നിലത്തിട്ട് അടിക്കും, വിശ്വസിക്കാൻ പറ്റൂല. ഗെയിമിൽ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ടീംസ് ആണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നേരിട്ടൊരു സീരിയല് കാണുകയാണ് ഞാൻ എന്നുള്ളത്. പ്രേക്ഷകരോട് എത്ര കടപ്പാട്. രണ്ടുപേരും ഒരാളായിട്ടാണ് വന്നത്, ഒരാൾക്ക് വന്നിട്ടാണ് വോട്ട് തുടങ്ങിയത്. 2 പേർക്കും ഒരുപോലെ വോട്ട് തരുന്നില്ലേ? അത് പ്രേക്ഷകരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല. നല്ല ടാസ്ക് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് നിങ്ങൾ നിന്ന് പോകുന്നത്, മനസ്സിലായത്? ഇവിടുത്തെ ആൾക്കാർക്ക് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ നമ്മളെ പുറത്തിടാനേ നോക്കുന്നുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ നോക്കല്ലേ, ബിഗ് ബോസും പിന്നെ ആരാ, പ്രേക്ഷകരും, അവർക്ക് മാത്രമേ നന്ദി പറയാം. സത്യത്തില് ഈ അനുമോൾ ആരാ? ഗൈഡോ? അനുമോള് പറഞ്ഞു കൊടുത്തിട്ട് വേണല്ലോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ബിഗ് ബോസിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, പിന്നെ പ്രേക്ഷകരെ മാത്രം. അതിന്റെ അകത്തുള്ള ആളുകൾ നമ്മളെ പുറത്ത് താഴെ ഇടുന്നു. പിന്നെ അവരൊക്കെ നിങ്ങൾക്ക് കപ്പ് തരാനാണല്ലോ വന്നിട്ടുള്ളത്. അവരൊക്കെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നതാ. അവരൊക്കെ ഓരോ രീതിയിൽ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തിയിട്ട് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ലക്ഷ്യം, നമുക്കറിയാം. പക്ഷെ ഇത് കാണുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ നിങ്ങൾ അങ്ങ് വിലയിരുത്തും. പുറത്ത് വന്നാലും ആ വിലയിരുത്തലിന് യാതൊരു കുറവുണ്ടാവില്ല. ബിന്നി ഔട്ടായപ്പോ ഞാൻ വിചാരിച്ചു കുറെ ആളുകൾ നല്ലത് പറയുന്നുള്ളത് ബിന്നിയെ കുറിച്ചിട്ട്. ബിന്നി ഔട്ടായപ്പോ നല്ല ആളാ പോയത് എന്നൊക്കെ. രണാഫാത്തിയും പുറത്തു പോയപ്പോ കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞു ഇവള് പോവേണ്ട സമയം ഇതായിരുന്നില്ല, കുറച്ചുകൂടി മുന്നേ ആയിരുന്നു, ഇപ്പൊ ഓക്കെയാണ് എന്നുള്ളത്. എന്റെ പൊന്നു മക്കളെ, 3 പേര് ഇരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അനുമോൾ ഇവരുടെ ഗൈഡാണ്. കുലസ്ത്രീ എന്നാണ് ഇയാൾ വിളിച്ചത്. ഞാൻ ഇവരെ ഗൈഡ് എന്നേ വിളിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവർ 2 പേരും ഗൈഡ് ചെയ്യുക. ഇവരെ ഗൈഡ് ചെയ്ത് നോമിനേഷൻ ചെയ്യേണ്ട ആളുകളെ പേര് പോലും അങ്ങ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടിപൊളി, എന്തായാലും കൊള്ളാം. ഷാനവാസിന്റെ കാലുവാരി നിലത്തടിച്ചിട്ടുണ്ട്. അയാൾ ഇനിയെങ്കിലും ഇഴഞ്ഞങ്ങ് പൊക്കോട്ടെ കേട്ടോ. പിന്നെയും നടന്ന് കുത്തല്ലേ, വേറെ ഒന്നും പറയണ്ടല്ലോ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്.